തിരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലി തർക്കം. കണ്ണൂർ ചെറുപുഴയിൽ CPM കോൺഗ്രസ് സംഘർഷം. പോലീസ് ഇടപെട്ട് ചർച്ച നടത്തുന്നതിനിടെ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുകയായിരുന്നു. കാസർഗോഡ് മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്ം. പൗരത്വ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി ഇന്നും പരിഗണിക്കാനിടയില്ല. നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ച് മുസ്ലിം ലീഗും DYFIയും സുപ്രീം കോടതി രജിസ്ട്രിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് മെൻഷൻ ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന കേസുകളുടെ പട്ടികയിൽ ലീഗിന്റെയും DYFIയുടെയും ഹർജികൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വടകര മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികൾ നൈറ്റ് മാർച്ച് നടത്തി. KK ശൈലജയും ഷാഫി പറമ്പിലും തലശ്ശേരിയിലാണ് വ്യത്യസ്ത സമയങ്ങളിൽ മാർച്ച് നടത്തിയത്. ജനങ്ങളെ വിഭജിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് സ്ഥാനാർത്ഥികളുടെ ആരോപണം. തിരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ സുപ്രീം കോടതി വിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ച ബാർ അസോസിയേഷൻ പ്രസിഡന്റിന്റെ നടപടി വിവാദമാകുന്നു. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അതീഷ് അഗർവാളിനെ കത്തെഴുതാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് ബാർ അസോസിയേഷൻ. തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കരുത് എന്ന് AI ചാറ്റ്ബോട്ടായ ജെമിനിയോട് നിർദ്ദേശിച്ച ഗൂഗിൾ ആഗോളതലത്തിൽ ഈ വർഷം ഒട്ടനേകം തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനാണ് നടപടി.